ഇതാണ് എൻ്റെ ഇലക്ട്രിക് ചോപ്പർ. ഇന്ന് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഹായ്, കുറച്ച് ദിവസം മുമ്പ് ഞാൻ വാഴക്കാമ്പ് അരിയുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോഴത്തെ ചോപ്പറിനെ പറ്റിയിട്ടും നാര് കളയുന്നതിനെ പറ്റിയിട്ടും ഒക്കെ എല്ലാവരും ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വാഴക്കാമ്പ് ഇതുപോലെ കനം കുറച്ച് സ്ലൈസസ് ആക്കുക, വട്ടത്തിൽ അരിഞ്ഞുണ്ടാക്കിയിട്ട് ശേഷം. അപ്പം നാര് വളരെ കുറവാണ് ഇപ്പോഴത്തെ വാഴക്കമ്പിനൊക്കെ. ഞാൻ നോക്കിയപ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ, വാഴക്കമ്പിന് നാരൊന്നും ഇല്ല. എന്നാലും ഉള്ളതൊക്കെ ഞാൻ കളയുന്നുണ്ട്. കളഞ്ഞിട്ട് അതിന് 4-5 എണ്ണമുള്ള ഒരു ഗ്രൂപ്പായി അടുക്കി വെക്കും. അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ 4 കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ഈ ചോപ്പറിൽ ക്യാരറ്റും ക്യാബേജും ബീട്രൂട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് അരിയാൻ പറ്റും വിതിൻ സെക്കൻഡ്സ്. നല്ലൊരു ചോപ്പറാണ്. ആകെ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ബ്ലേഡ് മാത്രമാണ്. ബ്ലേഡ് നമ്മുടെ കാലിലോ കയ്യിലോ ഒന്നും തട്ടാതെ ശ്രദ്ധിക്കണം. ബ്ലേഡ് ഡിറ്റാച്ചബിൾ ആണ്. ഓക്കെ, ഇനി അതെല്ലാം അടുക്കി വെച്ചു. ഇനി 4 കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ്. 4 കഷ്ണങ്ങളായി മുറിച്ച് എല്ലാം റെഡിയാക്കി വെക്കും. അതിനുശേഷം ഇനി ചോപ്പറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. 1-2 പ്രാവശ്യം പ്രസ്സിങ് എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് പ്രസ്സിങ് ആണ്. ഒരുപാട് ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, എല്ലാം ചോപ്പറിലേക്ക് ഇട്ടു. ആദ്യം ബ്ലേഡ് വെക്കണം. ബ്ലേഡ് വെച്ചതിന് ശേഷം ഇതിടണം. എന്നിട്ട് അതിൻ്റെ അടപ്പ് വെച്ചു. പിന്നെ മോട്ടർ വെച്ചു. എൻ്റെ കയ്യിലുള്ള ഇൻസ്റ്റാക്കുപ്പയുടെയാണ്. ബോറോസിലിൻ്റെതും നല്ലതാണ്. ഇത്രയേ ഉള്ളൂ. ഞാനൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഈ സമയം കൊണ്ട് തന്നെ ഇത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു വെള്ളമയൊന്നും ഇല്ലാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് അരിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഈ ചോപ്പർ വളരെ യൂസ്ഫുൾ ആണ്. നല്ല ചോപ്പറാണ്.